ചുണ്ട് നല്ല ചേർച്ചയല്ലേ? നമുക്ക് അതിനുള്ള ഭാഗ്യമുണ്ട്. പിന്നെ ഗുഡ് മോർണിംഗ് മിസ്സസ് ആനി എത്തിയല്ലോ. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് അല്പം തിരക്കുണ്ട്, വന്നിട്ട് സംസാരിക്കാം. ആരെങ്കിലും വന്നാ നാളെ കാണാമെന്ന് പറയും. പിന്നെ ഇന്നെനിക്ക് കുറെ ലെറ്റേഴ്സ് അർജന്റായി ടൈപ്പ് ചെയ്യാറുണ്ട്. സോ സ്റ്റേ ബാക്ക് ഇൻ ദി ഈവനിങ്. 1 മണിക്കൂർ. ഓക്കെ? ഹലോ ഹലോ ആനി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആക്കു സുഖല്ലേ? ഇതാരും ആനിയോ? അല്ല, കല്യാണം കഴിഞ്ഞ വകയിൽ ഒരു ചെലവൊക്കെ ഉണ്ട് കേട്ടോ. വിവാഹത്തിന് ശേഷവും ജോലി ചെയ്യാം എന്നുള്ള തീരുമാനം നന്നായി. ഈ ഭർത്താക്കന്മാരെ സഹായിക്കുന്ന ഭാര്യമാരെ ആണല്ലോ നമുക്ക് ആവശ്യം. പക്ഷേ ഈ ആണുങ്ങളെ വിശ്വസിക്കാനേ കൊള്ളത്തില്ല. 500 ആയിരിക്കും വരുമാനം, പക്ഷെ പറയുന്നതോ 5000. ഒടുവിൽ കുടുങ്ങുന്നതോ പെണ്ണുങ്ങൾ. അല്ല, ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് പെണ്ണ് കെട്ടിയത്. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. അവളുടെ സാമർഥ്യം, എന്റെ ഭാര്യയുടെ ഉന്നത തലങ്ങളുള്ള അവളുടെ പിടിപാട്, യോ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? മാനേജിംഗ് ഡയറക്ടർ മുതൽ ചെയർമാൻ വരെ ദേ എന്റെ ബോളി പറഞ്ഞാലേ റെഡി മണി. ഇന്ന് ഞാൻ എവിടം വരെ ആയി? അല്ല, ഞാൻ എവിടം വരെ ആയി? റീജിയണൽ മാനേജർ വരെയായി. അതാണ് പെണ്ണുങ്ങളുടെ സാമർഥ്യം. യു ആർ എഡ്യൂക്കേറ്റഡ്, സിൻസിയർ, സ്മാർട്ട്. പടിയായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഇതൊക്കെ ധാരാളം മതി. പിന്നെന്താ, ഉയർച്ച ഒന്ന് വേഗത്തിലാവണം. അത് ഞാൻ ഏറ്റു. 800 to 1500 നല്ല ശമ്പളം. ഞാൻ പറഞ്ഞു വരുന്നത്, ഭാര്യയായിരിക്കെ ഇനി മറ്റൊരുത്തന്റെ ഭാര്യയാവുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് ഞാൻ പറയില്ല. തക്കതായ പ്രയോജനം ഉണ്ടെങ്കിൽ ആവാമേ. പക്ഷെ ഒരു കാര്യം ആരും അറിയരുത്. ആരും അറിയില്ല. ഇനി വാച്ച്മാനെ വരെ ഞാൻ പറഞ്ഞു വിട്ടിരിക്കുക ചാപ്പാടെടുക്കാൻ. രാത്രി ഒരുമിച്ചാ ഭക്ഷണം. എനിക്കിതാ ഇഷ്ടപ്പെടാത്തത്. ഈ തട്ട് എന്നെ നശിപ്പിക്കരുത്. ഞാൻ ഒരാളുടെ ഭാര്യയാണ്. എല്ലാ സ്ത്രീകളും ഇത് തന്നെ പറയും. ഒന്ന് ഈ ഭാര്യ, അല്ലെങ്കിൽ എതിർക്കാനാണ് ഭാവമെങ്കിൽ പെണ്ണെ അനിക്കൊച്ചേ, നഷ്ടപ്പെടാൻ പോകുന്ന നിനക്കായിരിക്കും. സഹകരിച്ചു കഴിഞ്ഞാൽ ലാഭവും. ജോലിക്ക് പോയിരിക്കണം. അവളൊരു ഉദ്യോഗസ്ഥേ. ഈ 8 മണി വരെയുള്ള ഓഫീസ് ജോലി ഇവിടെ വേണ്ട. ആനി, എന്തു പറ്റി? ഞാൻ
ആഹാ നല്ല വാർത്തയാ, വാ വാ. യോ, തന്റെ കല്യാണത്തിന് ഒരു വാക്ക്. താനൊക്കെ എന്തോ ഒലത്തിയ സ്നേഹിതനാണോ? അല്ല, താൻ ക്ഷണിച്ചില്ലേലും എനിക്ക് വേറെ വഴിക്ക് ക്ഷണം കിട്ടി. അന്ന് എന്തോ പറ്റി? ഓ, എന്റെ മോളിക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അവൾ ഒരേ പിടിവാശി, പുറത്തേക്കെങ്ങും പോയിരുന്നു. അവള് പറഞ്ഞ കേൾക്കാതിരിക്കാക്കൂ. ഒന്നില്ലേലും ഈ സ്ഥാനത്തേക്ക് എത്തിച്ച അവളല്ലേ. അവനെ നമ്മുടെ ആനിക്കുട്ടിയുടെ കാര്യം ഞാൻ ചെയർമാനോട്ട് സംസാരിച്ചു. പ്രൊമോഷന്റെ കൂടെ 400 ഇൻക്രിമെന്റ് കൂടി. എന്താ മോശ? അപ്പോ പ്രമോഷനായി. എടോ, ക്യൂബർ ആൻഡ് ട്യൂബറിന്റെ ബെസ്റ്റ് സെല്ലിംഗ് സ്റ്റേറ്റിന്റെ റീജിയണൽ മാനേജർ ST ഡാനിയൽ പറഞ്ഞാൽ ഹെഡ് ഓഫീസ് കേൾക്കായിരിക്കൂ. കേട്ടു, പ്രൊമോഷനായി, സാലറിയും കൂട്ടി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താ ജോണി കാണിക്കുന്നത്? കണ്ണാടി പോയ ഞാൻ ആകെ അപ്സെറ്റ് ആകട്ടോ. മോളിക്കുട്ടി എനിക്ക് ബർത്ത്ഡേക്ക് വെച്ചത് സൂട്ടാണ്, ചീത്തയാക്കരുത്. അയ്യോ, ജോണി ജോണി പറഞ്ഞല്ലേ വേണ്ട വേണ്ടത്. എത്രന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ സഹിക്കുന്നത്.
കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി അല്ലേ? കൊല്ലണമെന്ന് കരുതിയതല്ല, ചെയ്യേണ്ടി വന്നു. സാഹചര്യത്തിന് അടിമയാവുന്നവൻ മനുഷ്യനില്ലെന്ന് പറഞ്ഞ ഹാനിയും സാഹചര്യത്തിന് അടിമയായി. സാരമില്ല, ശരീരവും മനസ്സും അറിയാതെ നടന്നതല്ലേ, മറന്നേ പറ്റൂ. ഛേ, ജീവിക്കാൻ അനുവദിക്കാത്ത ദൈവങ്ങൾ. നമ്മളൊന്നും നന്നായിട്ട് കാര്യമില്ല, ചുറ്റുപാടുകൾ നന്നാവാതെ. ആനി നിർത്തിവെച്ച എന്റെ ജീവിത രീതികൾ വീണ്ടും തുടങ്ങിയേ പറ്റൂ. ആ വഴികളിൽ ഇനി ആനയും കൂട്ടായിരിക്കണം. എന്തിനെന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്ന ദൈവമേ? സമാധാനമായിട്ട് വല്ലതും കഴിച്ചു കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ ഓഫീസിൽ പോകണ്ടേ? ആർക്കും സംശയത്തിന് ഇട കൊടുക്കരുത്. ആനേ, 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 ആനേ. എടീ, നിനക്ക് വേണ്ടിയാണ് ഞാൻ കൊലപാതകം ചെയ്തത്. എന്നിട്ട് എന്നെ വിട്ടിട്ട് നീ മരിക്കാണല്ലേ? എങ്കിൽ എനിക്കും വേണ്ടടി ഈ ജീവിതം. എടുക്കടി, കത്തിക്ക്, കത്തിക്കാൻ. നമുക്ക് ഒരുമിച്ച് മരിക്കാമടി. എനിക്കിപ്പോ മനസ്സിലായി എന്റെ തെറ്റ്. ഞാൻ എന്നിലേറെ നിന്നെ സ്നേഹിച്ചു. ഞാൻ എന്ത് ചെയ്യട്ടെ? നിങ്ങൾ ഒരിക്കലും മരിക്കാൻ പാടില്ല. എങ്കിൽ ജീവിക്കണം ഒരുമിച്ച്. അമ്മനെ, നമ്മ ഡാനിയൽ ഷാ ചത്തു പോയിട്ട് 2 മാസാச்சு. തുമ്പുമില്ലേ വാളുമില്ലേ, പിന്നെ എതുക്ക് இந்த പോലീസ്? എന്തിനാ സ്വാമി തുമ്പും പാലും? അങ്ങേരുടെ പാര് രക്ഷപ്പെട്ടെന്ന് കരുതിയാൽ മതി. പെമ്പിള്ളാരെ കണ്ട അങ്ങേരുടെ ഒലിപ്പീര് കണ്ടാൽ മതി. ആണാലും പുതിയ ഡൽഹി പാർട്ടി ഫസ്റ്റ്.
नहीं नहीं, जब आप इधर है तो मेरा काम कैसे खत्म होगा? How can you stop? ആനി അടുത്തുള്ളപ്പോൾ ജോലി ഒരിക്കലും തീരുകയില്ല. Yes. ഹലോ ഇൻസ്പെക്ടർ, ഈ കുപ്പിവള ആ സോഫയുടെ അടിയിൽ നിൽക്കുകയാണ്. Line is engaged, sir. I'll get you, sir. Okay. Excuse me, madam. Yes, please. Could you get me 100? $100. 1 second. May I speak to DYSP? Miss Annie. Mrs. Annie. Oh, sorry, Miss Annie. ഓഫീസ് കഴിഞ്ഞാലുടൻ സ്റ്റേഷൻ വരെ എന്ന് പറയണം. ഈ ബിൽഡിങ്ങിന് പുറകുള്ള റോഡിലാണ് എന്റെ സ്റ്റേഷൻ. By the way, I am Inspector Prem. പ്രേം നാരായൺ. വരട്ടെ, കാണാം. May I come in? Come in. Good evening, sir. Good evening. Sit down. വിവാഹിതയാണല്ലേ? അദ്ദേഹം എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എന്ന് വെച്ചാൽ വീട്ടിലിരിപ്പാണെന്ന് അർത്ഥം. ഗുഡ്. എനിക്ക് മിസ്സസ് ആനിന് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഡാനിയൽ മരിച്ച ദിവസം അവസാനമായി ഇങ്ങോട്ട് ടെലിഫോൺ ചെയ്തതാരാണ്? ശരിയായി ഓർക്കുന്നില്ല, സർ. എന്നാലും ഏതോ ഒരു സ്ത്രീ ആയിരുന്നെന്ന് തോന്നുന്നു. there you are. കൊച്ചുണ്ണി, പോക്കറ്റിൽ നിന്ന് കയ്യറോ. താനെന്താ അവിടെ നിന്ന് കറങ്ങി തന്നെ വായി നോക്കി നിൽക്കുന്നു? എടുത്തെഴുത്. അപ്പോ എന്തായിരുന്നു അവരുടെ സംസാരം? സോറി, സർ. വേറൊരാൾക്ക് വരുന്ന ഫോൺ ഞാൻ കേൾക്കുന്നത് ശരിയല്ലല്ലോ, പ്രത്യേകിച്ച് ബോസിന് വരുന്നത്. കേൾക്കാൻ ശ്രമിച്ചു അല്ലേ? അതെങ്ങനെയാ സർ കേൾക്കാൻ ഇഷ്ടമില്ലാത്തപ്പോൾ ശ്രമിക്കുന്നത്? ഓ, ദാറ്റ്സ് റൈറ്റ്. താനെന്താ കുത്തി കുറിക്കുന്നത്? എന്നാൽ മിസ് ആനി പോയിക്കോളൂ. ശരി, സർ. മിസ് ആനി, ഒരു നിമിഷം. വിരോധമില്ലെങ്കിൽ കയ്യിൽ കിടക്കുന്ന ആ കുപ്പിവളയിൽ എന്തരും? കുപ്പിവള, പ്ലാസ്റ്റിക് വള. കൊള്ളാം. അപ്പോ ആനി പോയിക്കോളൂ, കാണാം.
നീ എന്നെ പറ്റിച്ചില്ലൂടി പെണ്ണേ. ഇനിയിപ്പം മാറ്റിയില്ലെങ്കിൽ ഒരു ചുക്കും ചെയ്യാനില്ല. കാരണം തെളിവില്ല. ഒന്നുകിൽ കണ്ടവർ വേണം, ദൃക്സാക്ഷി, അല്ലെങ്കിൽ സാഹചര്യം നമ്മളത് ചെയ്തൊന്ന് തെളിയിക്കണം. ഇത് രണ്ടുമില്ല. ഞാൻ ജോലി രാജിവെക്കുകയാണ്. എവിടെ നോക്കിയാലും വൃത്തികെട്ടവർ. പോലീസിന് സംശയം കൊടുക്കണ്ട. വള കണ്ടുകിട്ടിയ അടുത്ത ദിവസം തന്നെ രാജിക്കത്ത് എന്നാരും പറയണ്ട. വറീത് മുതലാളിയല്ലേ? അതെ. ഞാൻ നീലഗിരി ബേക്കറീസിന്റെ ഉടമ മിസ്റ്റർ PC പേരോന്റെ പകരാണ്. പേര് ഗോപകുമാർ. ഓ, ദുബായിൽ നിന്ന് വന്നു. ഞാൻ ദുബായിലുള്ള ബിസിനസ് ഒക്കെ വിട്ടു. ഇപ്പോ ഇവിടെയുള്ള ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്കടാ ഇത് എന്റെ മകൻ റോഷൻ, ബാംഗ്ലൂർ പഠിക്കുന്നു. ഹലോ ഹലോ. ഇരിക്കും. ഇതെന്റെ വൈഫ്, ഭാര്യ. ഓഹോ, ഇരിക്കണം. ഞങ്ങൾക്ക് അത്യാവശ്യമായി ഒരു 10,000 eggs, 10,000 മുട്ടകൾ വേണം. നാളെ തന്നെ ഒരു ബൾക്ക് എക്സ്പോർട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതിനെന്താ, നാളെ തന്നെ അയക്കാമല്ലോ. ശരി, അപ്പോൾ ഞങ്ങൾ വരട്ടെ. ശരി. See you, Mr. റോഷൻ. പിന്നെ ഫിക്സഡ് ഗ്രാമിൽ ഒട്ടും കുറയരുത്. താങ്ക് യു. രാമേന്ദ്ര, നാളത്തെ ഫസ്റ്റ് ട്രിപ്പ് നീലഗിരിക്ക് തന്നെ ആയിക്കോട്ടെ. ശരി സാർ. നമസ്കാരം സാർ. ഇൻവോയ്സ് അല്ലേ? ഇറങ്ങോ. ശരി. ഇറക്കാൻ. Good morning, uncle. ഗുഡ് മോർണിംഗ്. I am Roshan from Roshan Poultry. വരീദ് മുതലാളിയുടെ സണ്ണാണ്. ഓഹോ, വരീദ് മുതലാളിയുടെ മകനാണല്ലേ? ഇരിക്കൂ. കുടിക്കാൻ? No thanks. ചെറുപ്പത്തിൽ കണ്ടതാ. ബാംഗ്ലൂരിൽ പഠിക്കാണല്ലേ? Yeah, final medicine. വെരി ഗുഡ്. I was going to meet my friend, you know. Then my father entrusted me something to give you. എന്തോ ഇൻവോയ്സ് ആണെന്ന് തോന്നുന്നു. ലോഡിന്റെ കാര്യം ഞാൻ വിളിച്ചു പറയാണ്ടിരിക്കായിരുന്നു. ഏതായാലും പേയ്മെന്റ് കയ്യോടെ കൊണ്ടുപോയിക്കോളൂ. ഓ നോ, അത് ഡാഡി വന്ന് വാങ്ങിക്കൊള്ളും. അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോവാം. ഓക്കെ മിസ്റ്റർ റോഷൻ, ആ പഴയ ഒരു പേയ്മെന്റ് ബാലൻസ് ഉണ്ട്, അതും കൂടെ കൊണ്ടുപോയിക്കോളൂ. വെൽ 6300. ഒരു 10,000 രൂപയ്ക്ക് വൗച്ചർ എഴുതിക്കോളൂ. പെൻ പ്ലീസ്. ആ, ഡാഡിക്ക് പുതിയ ബൾക്ക് എക്സ്പോർട്ട് ഓർഡർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പുതിയ ലോഡ് വേണമെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. ഓ ഷുവർ ഷുവർ. 10,000. യെസ്, 10,000. അദ്ദേഹത്തെ പണ്ടേതോ ഒരു ആശുപത്രിയിൽ വെച്ചുള്ള പരിചയമാണ്. ആരുമില്ലാത്തൊരു കൊച്ചു പയ്യന് വേണ്ടി രാത്രികൾ ഉറക്കമൊഴിക്കുന്നത് കണ്ടപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. പിന്നെ കിട്ടുന്നതെല്ലാം അച്ഛന്റെ ബാങ്കിൽ നിക്ഷേപിക്കലായി. തിരിച്ചെടുക്കാനല്ല, ആ കുട്ടികൾക്ക് വേണ്ടി. അപ്പൊ നാളെ ഞാൻ പറഞ്ഞതുപോലെ ആന ഇറങ്ങിയതും വീഴും. എങ്ങനെയുണ്ട് ഐഡിയ? നന്നായിരിക്കുന്നു. ബ്ലൂ ജാഗറാണല്ലേ? ഇതിന്റെ കമ്മലും ഉണ്ടോ? ഉണ്ടല്ലോ. മോളെ, താങ്ക്സ്.
നമസ്കാരം. എന്താ? ഞാൻ കണിയാമ്പറ ഷട്ടേഴ്സ് വരാണേ. ഇവിടെ ഷട്ടറ സർവീസ് ചെയ്യണ്ടേ? അതെ അതെ, ചെക്കൻ പിടിച്ചിട്ട് അനങ്ങുന്നില്ല. ഒക്കെ ശരിയാക്കാന്നേ. ആ, എന്താ പേര്? ഞാൻ ദിലീപാണ്. ദിലീപേ, ഇത് സ്ഥലം ഇട്ടോളൂ. ഞാനാ ചെയ്തതാ. ഹൈ. എന്റെ വയറിനേക്കാൾ ഇവിടെ ഇവിടെ നല്ല സെറ്റ്. വരണം സാർ, അങ്ങോട്ട് പോയി കാണും സാർ. ഇതിലെങ്ങോട്ടാ പോയത്? എന്താ നിങ്ങൾ മുൻപ് പറഞ്ഞ ദിലീപിനെ പറ്റി എനിക്കൊന്ന് അറിയണം. ഇത് സാരമില്ല, അവളെ എനിക്കറിയാവുന്നേ. മൈ റെസിഗ്നേഷൻ സർ. സിവിൽ സപ്ലൈ കോട്ടയിൽ കിട്ടേണ്ട ഗോതമ്പ് ഗവൺമെന്റ് അറിഞ്ഞ് തുറമുഖത്ത് നിന്ന് നേരിട്ട് നിങ്ങൾക്ക് കിട്ടണം. ഇത്രയല്ലേ വേണ്ടൂ? 1,00,000 രൂപ മന്ത്രിക്ക്, 10,000 രൂപ എനിക്ക്. അപ്പൊ നിങ്ങൾക്ക് 5 പോരെ? ഹ, അതെന്താണ് കാവറൂട്ടി? ഒരു കിലോവേ നിങ്ങൾക്ക് 1 രൂപ ലാഭം കിട്ടും. ഒരു ചാക്ക്, ഒരു ലോഡേൽ, അങ്ങനെ എത്ര എന്താ കറിയ കൂട്ടിയ? പിന്നല്ലാണ്ട് അനക്ക് 10 10 കബൂലെ കബൂല്. ഹലോ, ബാലേന്ദ്രാണോ? ഞാൻ ദിലീപ് കുമാർ. നിങ്ങൾ അവിടെ പോയി പറഞ്ഞാ മതി. ഹേ, ആ, ഹലോ, ബാലു ആണോ? ഞാൻ ദിലീപ്. പോയാലൊക്കെ നടന്നോ? ഇതാണ് ഞാൻ പറഞ്ഞത്. സംസർഗായ ഗുണ ദോഷാഗുണ ഭവന്തേ. ആരോട് സംസർഗം പുലർത്തുന്നുവോ അപ്പോഴേ നമുക്കൊന്ന് കാണണമല്ലോ. കാര്യമുണ്ടെന്ന് വെച്ചോളൂ. എപ്പോഴാണ്? ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ മന്ത്രിയായിട്ട് പെരുത്ത് ലോകത്തിലാ? എന്റെ കാവറൂട്ടി സാഹിബേ, 5ാം ക്ലാസ്സിൽ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ നിന്ന് ചാടിയതാ. അവൻ രാഷ്ട്രീയം ജീവിതമാക്കി, ഞാൻ പിന്നെ എപ്പോ എവിടെയും കയറി ചെല്ലാം. ഇരിക്കണം. എന്താണ് മലക്കോണത്? മാലയിട്ടതല്ലേ ഉള്ളൂ. മനസ്സിലായില്ലല്ലോ. പിയെ പറഞ്ഞില്ലേ? ഇല്ല. ഞാൻ കാവറൂട്ടി. ഓ, റസീന ഫ്ലവർ മിൽസിന്റെ ധാരാളം കേട്ടിട്ടുണ്ട്. ഈ സിവിൽ സപ്ലൈന്റെ ഗോതമ്പിന്റെ ഇത്തവണത്തെ കോട്ട ഞമ്മക്ക് കിട്ടണം. നിങ്ങളാണല്ലോ അതിന്റെ മന്ത്രി, അതുകൊണ്ടാണ് നിങ്ങളടുത്ത് വന്നത്. അത് ഞാൻ നിങ്ങളൊന്നും പറയണ്ട. ഇതെങ്ങനെ മേങ്ങി വെച്ചാളി. പണമാണോ? തന്നെ പൈസ തന്നെ. മിസ്റ്റർ കാറൂട്ടി, നിങ്ങളിലൂടെ ഞാൻ കാണുന്നത് ജനലക്ഷങ്ങളെയാണ്. നിങ്ങൾ ഗോതമ്പ് വാങ്ങുന്നു, പൊടിക്കുന്നു, അത് തിരിച്ച് ഗവൺമെന്റിന് തന്നെ കൊടുക്കുന്നു. ലക്ഷങ്ങൾ അത് ഭക്ഷിക്കുന്നു. നടക്കട്ടെ. കഷ്ടപ്പെടുന്ന ജനങ്ങളെ കൈപിടിച്ച് കരകയറ്റുക, അതിൽ നിന്നുണ്ടാകുന്ന ആത്മസംതൃപ്തി, അതാണ് എന്റെ ജീവിത ലക്ഷ്യം. മൈ മോട്ടി. ഹലോ
സിവിൽ സപ്ലൈസ് മിസ്റ്റർ രാമൻ ഉണ്ടോ? ആ രാമൻ, ഞാൻ ബാലേന്ദ്രനാണ്. ആ മിനിസ്റ്റർ തന്നെ. ആ ഇപ്രാവശ്യത്തെ ഗോതമ്പിന്റെ സ്പെഷ്യൽ കോട്ട റസീന ഫ്ലവർ മിൽസിന് കൊടുത്തേ. അല്ല, നമ്മളെ പാർട്ട്ണർ കരീം അവിടെ ഉണ്ടാവും. ഈ സാങ്ഷൻ അടിച്ച് ഓന്റെ കൊടുത്തിട്ട് നിങ്ങൾ ആളോട് ഒന്ന് ഇങ്ങോട്ട് വിളിക്കാൻ പറയും. എന്താ മിസ്റ്റർ, ഞാൻ പറഞ്ഞാ പോരുന്നുണ്ടോ? അതല്ല, നിങ്ങളെപ്പോലുള്ള ആളന്മാര് അങ്ങോട്ട് വിളിച്ചു പറയും. നമ്മൾ അവിടെ ചെല്ലുമ്പോ ഓല പത്രാസ് കാണണം. അതാണ്. മിസ്റ്റർ രാമൻ, റസീനയുടെ പാർട്ണർ മിസ്റ്റർ കരീം അവിടെയുണ്ട്. സാങ്ഷൻ അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ എന്നെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കൂ. ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നും അല്ല. ഇലക്ഷനൊക്കെ ഭയങ്കര ചെലവാ. മുള വാങ്ങി പന്തലിട്ട് 4 മൈതാന പ്രസംഗം നടത്തുമ്പോ ചെലവാകുന്നത് ലക്ഷങ്ങളല്ലേ. ഹലോ. ആ ആ ഓക്കെ രാമൻ. ആ താങ്ക് യു. കാറൂട്ടി സാങ്ഷൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്നും വിചാരിക്കരുത്, നമ്മൾ അവിടെ ചെന്നാണല്ലോ ബുദ്ധിമുട്ട് ഓർത്ത് പറഞ്ഞു പോയതാ. സാരമില്ല. അപ്പൊ നമ്മള് വരട്ടെ. ആ. വരട്ടെ. ആ. പിന്നെ മുള വാങ്ങിച്ചു. എടാ, ഐ ജി ദിവാനല്ലേ? യെസ് പ്ലീസ്. ഞാനാണ് ഭക്ഷ്യം ബാലേന്ദ്രൻ. ആ ദിപു, അവന് റസീന ഫ്ലവർ മില്ലുകാരനല്ലേ? ആ കാവറൂട്ടി കള്ള കഴിവറുടെ മോൻ, അവനെ ഒന്ന് പൊക്കണം. നാട്ടിൽ 4 പേര് കഞ്ഞി കുടിച്ചോട്ടെ എന്ന് കരുതി ഗോതമ്പ് സപ്ലൈ അവന് കൊടുത്തു. അവൻ എന്റെ നേരെ കൈക്കൂലി കിട്ടിയിരിക്കുന്നു. എന്റെ രാഷ്ട്രീയ ബോധം ധനശേഖരണമല്ല, ജനസേവനമാണ്. അവൻ എന്ത് വിചാരിച്ചു? കാശിന്റെ പുറത്ത് മറിയുന്ന വെറും 7ാം കൂലിയാണെന്നോ? No! Who is this father? I want to catch him. എന്താണ് വടിവോട് നോക്കുന്നത്? Go on, go. Go. താൻ എന്താണ് കിണിക്കുന്നത്? രാവിലെ കടസമിട്ട് ഇറങ്ങിയ പോലെ. Come on, I don't want anybody here. Come on, go. എവിടെ കാളറൂട്ടി? അകത്തുണ്ട്. ആരാടാ ഖാദർ? കാതർ ഞമ്മൾ തന്നെയാണ്, കാതറൂട്ടി. എന്താ വിശേഷം? താൻ മന്ത്രിക്ക് കൈക്കൂലി കിട്ടിയോ? അതിനിപ്പോ കാര്യം നടക്കാനായിക്കൊണ്ട് ഓന് കായല്ലാണ്ട് കഞ്ചാവ കൊടുക്കുക? ഓനെന്താ കായ് കൊടുത്താ മേടിക്കൂലേ? ഓൻ മേടിക്കും, അത് ഞമ്മക്ക് അറിയാ. എന്താ കരിമേ? പിന്നല്ലാണ്ട്. എന്താടാ പറഞ്ഞേ? നമുക്ക് 4 പേരുടെ വെട്ടനെ കായ് കൊടുത്തു കാണും. ഇങ്ങനെ എന്താ ഈ കാട്ടണ്? പോയത് ഞമ്മളല്ലാന്ന്, ആ അമുക്ക് ദിലീപാണ്. ഓന്റെ ഊരും പേരൊന്നും ഞമ്മക്ക് അറിഞ്ഞൂടാ. ഓൻ ഇവിടെ വരും, ഞമ്മളെ നമ്മുടെ കാര്യം പറയും, കാര്യം സഹിക്കും, കായും മേടിക്കും, ഓൻ അങ്ങ് പോവും. എന്താ കരിമേ? പിന്നല്ലാണ്ട്.
Hello. It's a pleasant surprise. Hello. I'm Inspector Prem. ഹലോ. Mrs. Aniyude. അതെ, എന്റെ ഭർത്താവാണ് ദിലീപ്. സാറിന് കുടിക്കാൻ? No thanks. വെയിറ്റർ ബിൽ. ഞങ്ങൾ ഇറങ്ങട്ടെ സാർ? Dilip. 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 ഭാര്യ, കുട്ടികൾ, കുടുംബം, ഇതൊന്നും എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ എന്തിനു കുട്ടികളെന്ന് വിചാരിച്ചു. തെറ്റുകൾ തേടി പോകുമ്പോൾ നമുക്ക് ആവശ്യമായത് പലതും നഷ്ടപ്പെടുകയല്ലേ? ഓരോ തെറ്റ് ചെയ്യുമ്പോഴും എനിക്ക് വേദനയുണ്ട്. ചെയ്യുന്നല്ലോ എന്നോർത്തല്ല, ചെയ്യേണ്ടി വരുന്നല്ലോ എന്നോർത്ത്. അപ്പോഴെല്ലാം സാഹചര്യങ്ങളെ പഴിചൊല്ലി സ്വയം ഞാൻ രക്ഷപ്പെടുകയായിരുന്നു. കൂട്ടത്തിൽ പാവം നീ, എന്റെ എല്ലാം നീയാണ്, സർവ്വതും. നിന്നെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്കൊന്നിനോടും പ്രതികാരമില്ല. നമുക്ക് ഈ നാട് വിട്ട് എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കാം. എന്നെ നോക്കാൻ നീ, നിന്നെ നോക്കാൻ ഞാൻ, നമ്മൾ നോക്കാൻ നമ്മുടെ കുട്ടികൾ. എന്തേ? അതിന് ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചേ തീരൂ. സഹായത്തിന് കൈനീട്ടാൻ നമുക്കാവില്ല. നീട്ടിയ കൈക്ക് തൊഴിക്കുന്ന ലോകമാണ്. ഒരു കുട്ടി ഉണ്ടായാൽ അതിനെ വളർത്തണം, പഠിപ്പിക്കണം. അതിന് വേണ്ടുന്നതെല്ലാം നമ്മൾ ചെയ്യണം. റോഡരികളിലും കടത്തിണ്ണകളിലും ബസ് സ്റ്റോപ്പുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലുമുള്ള ചാരുബെഞ്ചുകളിൽ രാത്രി ഉറങ്ങി ഞാൻ വളർന്നു. അവനത് പാടില്ല. ഓ, അതിന് കയ്യിൽ കുറെ പണം വേണം. ഇതുവരെ സമ്പാദിക്കുകയായിരുന്നില്ല, സഹായിക്കുകയായിരുന്നു. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒരിക്കൽ കൂടി മാത്രം. Good evening, Father. Good evening. I am Father Clement. Hello, Father Clement. How do you do? Fine, thank you, Father. Father John. Meet Father Clement. Hello, Father. Secretary to Bishop. Oh, Father John Peter. അറിയാം, കേട്ടിട്ടുണ്ട്. ഫാദർ ഡൊമിനിക് എപ്പോഴും പറയും, അച്ഛന്റെ വയലിൻ വായന പ്രസിദ്ധമാണല്ലോ. ഫാദർ, ഞാൻ ബാംഗ്ലൂർ സെയിന്റ് ജോസഫ്സ് നിന്ന് വരികയാണ്. 5:30 മണിക്ക് വരേണ്ട ഫ്ലൈറ്റ് 2 മണിക്കൂർ വൈകി. നാളെയല്ലേ സെമിനാർ? Aye, Father. Well, Take a rest.
ഫാദർ ക്ലെമന്റ്, നിങ്ങളുടെ ഹോസ്പിറ്റലിന്റെ പണി എന്തുമാത്രമായി? തിയേറ്റർ ഒഴിച്ച് മറ്റെല്ലാം പൂർത്തിയായി പിതാവ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വരുന്ന മാസം ഉദ്ഘാടനമെന്നല്ലേ പറഞ്ഞത്? ഓപ്പൺ ഹാർട്ട് സർജറി കൂടെ ഉള്ളതുകൊണ്ട് പുറത്തുനിന്ന് കുറെ മിഷണറീസ് കൂടെ വരാനുണ്ട്. അടുത്ത ആഴ്ച ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ്. ഫാദർ ക്ലെമന്റ്, നിങ്ങൾക്ക് അവിടെ നല്ല പാട്ടുകാരുണ്ടോ? ജോണച്ചന്റെ വിഷയമായി. നന്നായി പാടുന്ന 2-3 പെൺകുട്ടികളുണ്ട്, കൂടെ ഞാനും. കൊച്ചു പാടുവോ? എന്നാ നമുക്കൊന്ന് കേട്ടാലോ? ഗാഗുൽഥ മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ, ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? നിങ്ങളെ ഞാൻ ഉയർത്താൻ വന്നു, ക്രൂശിലെന്നെ തറച്ചു നിങ്ങൾ, മോക്ഷവാതിൽ തുറക്കാൻ വന്നു, ശിക്ഷയായൻ കൈകൾ ബന്ധിച്ചു. ഗാഗുൽഥ മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. എന്നെ കൊണ്ടത് ഒരിക്കലും ആവില്ല, ഒരിക്കലും ആവില്ല.
Good morning, Father. Good morning, Father. Good morning, Father. അച്ഛോ ഇതെന്താണ് ആ പട്ടി വരിക്കല്ലോ. ഇതെല്ലാം വാരി വെച്ചിരിക്കുന്നത് നീ നമ്മുടെ പാട്ടുകാരെ കുത്തിക്കില്ല. അയ്യോ പോലീസാണെന്ന് തോന്നുന്നു. ദേശം പണി വന്നിരിക്കും. അഞ്ഞു പോയിക്കാം ഞാൻ അപ്പോഴേ അതേവോട് പറഞ്ഞ ഈ വേഷത്തോടുള്ള കളി വേണ്ടാന്ന് ആരെങ്കിലും പറഞ്ഞാ കേക്കോ.
ഗുഡ് ബൈ ഫാദർ. ഫാദർ ക്ലെമൻ. പോവുകയാണല്ലേ? കൺഗ്രാജുലേഷൻ നിന്റെ ഈ മുഖംമൂടികൾക്ക്. ടോണി ഫ്രാൻസിസ്, നീ വേഷം കിട്ടും അല്ലടാ? അയ്യോ, ഇൻസ്പെക്ടർ, ഈ കാണിക്കുന്നത് നിങ്ങളുടെ പിന്നിലുള്ള അധികാരമാണ്. നിങ്ങളല്ല, നിങ്ങളെ കൊണ്ട് അതിനാവുകയുമില്ല. എന്താടാ പറഞ്ഞേ? തൊട്ടുപോകരുത്. വേഷം കെട്ടിയതല്ല, കെട്ടിച്ചതാണ്. അതെ, ആനി അവളോട് ചോദിച്ചു നോക്ക്, എവിടെ നിന്ന് എന്റെ ജീവിതം ആരംഭിച്ചെന്ന്. ഇന്ന് ഞങ്ങളെ ഈ നിലയിൽ എത്തിച്ചതിൽ ഒരു പങ്ക് നിങ്ങൾക്ക് കൂടിയില്ലേ? ഇൻസ്പെക്ടർ പ്രേം, വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പോലീസ് പിടിച്ചുകൊണ്ടുപോയ എന്റെ അമ്മയുടെ പൊട്ടക്കിണറ്റിലോ ആട്ടിറമ്പിലോ ചത്തുപൊങ്ങിയിരിക്കുമല്ലേ? അന്വേഷിച്ചു വന്നപ്പോ കഴുത്തിന് പിടിച്ച് പുറം തള്ളിയവരാണ് നിങ്ങൾ. അന്ന് എനിക്ക് വേണ്ടി വാദിക്കാൻ നിങ്ങളുണ്ടായിരുന്നോ? നിന്റെ അമ്മയെ ക്രൂശിലെത്തിയ നിങ്ങളുടെ നിയമങ്ങളുണ്ടായിരുന്നു. എന്റെ അച്ഛനെ വെട്ടിനുറുക്കിയ ഇവിടത്തെ നേതാക്കന്മാരുണ്ടായിരുന്നു. ഇന്ന് എന്റെ അമ്മയെ കുറിച്ചുള്ള ഓർമ്മകൾ ഇത് മാത്രമാണ്. കെട്ടുതാലി, എന്റെ പ്രവൃത്തികളിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന മൂകസാക്ഷി. അമ്മയും നഷ്ടപ്പെട്ട ഞാൻ എവിടെ വളർന്നു? ആര് വളർത്തി? നിയമവും ന്യായവും എല്ലാവർക്കും ഒരുപോലെ ഉള്ളതല്ലേ? അന്ന് എനിക്കൊന്നും നിഷേധിച്ചില്ലായിരുന്നെങ്കിൽ എന്നെ വിശ്വസിച്ചിറങ്ങി ഈ പാവം പെൺകുട്ടിക്ക് ഇന്ന് ഈ വേഷം കെട്ടേണ്ടി വരില്ലായിരുന്നു. എന്നോടൊപ്പം നിങ്ങളും വേഷം കെട്ടി. എന്നിട്ട് എന്ത് സാധിച്ചു? ഒരു മോഷ്ടാവിനെ പിടികൂടാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു കൊലപാതകം രക്ഷപ്പെടുകയായിരുന്നു. ട്യൂബറിലെ എസ്.ടി. ഡാനിയലിനെ കൊന്നത് ആരാണ്? നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. 1000 ജന്മം തപസ്സിരുന്നാലും നിങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയില്ല. നിങ്ങളെ ഞാൻ സഹായിക്കാം. എസ്.ടി. ഡാനിയലിനെ കൊന്നത് ഞാനാണ്. ഞാൻ ടോണി ഫ്രാൻസിസ്. സ്വന്തം ഭാര്യ മാനഭംഗപ്പെടുത്തിയാൽ നിങ്ങളാണെങ്കിൽ ചെയ്യില്ല സാർ. നിങ്ങൾ സോറി സാർ. കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. ചെയ്താൽ മാത്രം. ഡു യുവർ ഡ്യൂട്ടി. ഇൻസ്പെക്ടർ, take them. Come on.